എത്ര പ്രതിസന്ധികൾക്കിടയിൽ, എത്ര വെല്ലുവിളികൾക്കിടയിൽ, എത്ര പരിഹാസങ്ങൾക്കിടയിൽ, എത്ര പുച്ഛവാക്കുകൾക്കിടയിലാണ് സമസ്ത പറയുന്നത് നോ കോംപ്രമൈസ്. ആദർശ വ്യതിചലനവുമായി യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് സമസ്ത സധൈര്യം പറയുകയാണ്. എന്തുകൊണ്ടാ പറയുന്നത്? പോക്കിർത്തരം കൊണ്ടല്ല, സമസ്ത ഉണ്ടാക്കിയത് അതിനാണ്. എന്തിനാണ് ആദർശത്തിന്റെ വിഷയത്തിൽ ഇത്ര സ്ട്രോങ് പോളിസി, ഇത്ര ഒരു കടുത്ത നയം? അപ്പൊ ഒന്ന് കോംപ്രമൈസിലായിക്കൂടെ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ചിലതൊക്കെ ഒന്ന് സോൾവ് ചെയ്തൂടെ? ഒന്ന് കാണാത്ത മാതിരി അഭിനയിച്ചുകൂടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത്. എങ്കിൽ അവരിങ്ങോട്ടും കോംപ്രമൈസിൽ വരും, അവരിങ്ങോട്ടും അഡ്ജസ്റ്റ് ആവും. അങ്ങനെ നമ്മൾ ഇങ്ങളൊരു ബായി സിസ്റ്റത്തിൽ പോയിക്കൂടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ ഫലാ തുതഇൽ മുകദ്ദിബീൻ, ആ ടീമിനെ നിങ്ങൾ അനുസരിച്ചു പോകരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, ഇതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ആദർശത്തിന്റെ വിഷയത്തിൽ നോ കോംപ്രമൈസ് ഖുർആൻ പച്ചക്ക് പറയണത്. ഇനി മറ്റൊരു സംഭവം പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തൊരു മഹാ ഉഡായിപ്പ് ഫ്രോഡ് ചങ്ങായി ഉണ്ടായിരുന്നു. അവന്റെ പേര് സാമിരി എന്നായിരുന്നു. കാന മുനാഫിഖൻ, അവൻ കപട വിശ്വാസിയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആൾക്കാർക്കൊപ്പം അവനും ഉണ്ടായിരുന്നു. പക്ഷേ മഹാ തട്ടിപ്പും ആദർശത്തിന്റെ വിഷയത്തിൽ വട്ടപൂജ്യവുമായിരുന്നു മിസ്റ്റർ സാമിരി. ഈ സാമിരിയുടെ തട്ടിപ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യോടെ പിടികൂടി. അവന്റെ വഞ്ചനയും അവന്റെ ഉഡായിപ്പും അവന്റെ തട്ടിപ്പും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യോടെ പിടികൂടി. അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്. പരിശുദ്ധ ഖുർആൻ ഈ രംഗം വിവരിക്കുന്നുണ്ട്. പോടാ അവിടുന്ന്. ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ്, ഡോണ്ട് ടച്ച് മീ, ലാ മിസാസ്, ലാ മിസാസ്, എന്നെ തൊടല്ലേ എന്ന് പറഞ്ഞു ഓടണ എന്ന് പറഞ്ഞ് സദസ്സിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആട്ടിപ്പായിച്ചു സാമിരിയെ. പരിശുദ്ധ ഖുർആൻ ഈ രംഗം വിവരിക്കുന്നുണ്ട്. അങ്ങനെ അവനെ തൊട്ടാലും പ്രശ്നം, അവൻ ഇങ്ങോട്ട് തൊട്ടാലും പ്രശ്നം എന്നതായിരുന്നു സാമിരിയുടെ അവസ്ഥ. അന്തഖൂല ലാമിസാസ്, ലാമിസാസ്, ലാമിസാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടലായിരുന്നു സാമിരിയുടെ പരിപാടി. സാമിരിയെ കാണുമ്പോൾ ആളുകൾ അകന്നു പോകും, ആളുകളെ കാണുമ്പോൾ സാമിരിക്കും പേടി. ഈ ഒരു അവസ്ഥ സാമിരിക്ക് വന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ സാമിരി മഹാ തട്ടിപ്പുകാരനായിരുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നു, വഹാദിഹിൽ ആയ അസ്ലുൻ ഫീ നഫി അഹ്ലിൽ ബിദ്അ വൽ മആസി വഹിജ്റാനിഹിം. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ പറഞ്ഞത് ഈ ചെങ്ങാതിന്റെ മഹാ ഉഡായിപ്പ് മൂലം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോടാ പുറത്തെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സദസ്സിൽ നിന്ന് ആട്ടിപ്പായിക്കുകയും ഗുരുത്തക്കേടിന്റെ ഏറ്റവും വലിയ പര്യായമായി സാമിരി മാറുകയും ചെയ്ത രംഗമുണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ട രംഗം. ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഫീ നഫി അഹ്ലിൽ ബിദ്അ, ബിദ്അത്തിന്റെ ആളുകളോട് യാതൊരു കോംപ്രമൈസും ചെയ്യരുത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വഹിജ്റാനിഹിം, അവരോട് അകന്നു നിൽക്കണം, അവരോട് ആദർശപരമായ കോംപ്രമൈസ് ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. എത്ര കൃത്യമായിട്ടാണ് ഇമാമിങ്ങൾ ഈ വിഷയം പഠിപ്പിച്ചത്! എത്ര സുന്ദരമായിട്ടാണ്, ചിന്തോദ്ദീപകമായിട്ടാണ് നമ്മെ മഹാന്മാർ ഈ വിഷയം പഠിപ്പിച്ചു തന്നത്. എന്റെ കയ്യിലുള്ളത്
1957 ഇത് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അവരെ മദദ് അല്ലാഹു നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. അവരുടെ ഖുത്ബത്തുൽ ജുമുഅ എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം ഇതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ 3/11/1957 ചേർന്ന 1957 ഇത് 2024 1957 ചേർന്ന മുശാവറ യോഗത്തിന്റെ തീരുമാനപ്രകാരം എഴുതപ്പെട്ടത് ആ കിതാബാണിത്, ആ ഗ്രന്ഥമാണിത്, അറബി മലയാളത്തിലുള്ള ഗ്രന്ഥമാണിത്. മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദഹു ജുമുഅ ഖുത്ബ പരിഭാഷപ്പെടുത്തണമെന്ന്, അത് മലയാളത്തിലായിരിക്കണമെന്ന് ചിലർ ശബ്ദിച്ച സമയത്ത് അതിശക്തമായി സമസ്ത എതിർക്കുകയും അതിനെതിരെ ഗ്രന്ഥമുണ്ടാക്കാൻ വേണ്ടി മഹാനായ ശംസുൽ ഉലമയെ 1957 ചേർന്ന ബഹുമാനപ്പെട്ട മുശാവറ തീരുമാനിക്കുകയും ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്തപ്പോൾ തുടർന്ന് എഴുതിയ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് മസ്അലകൾ വിവരിക്കുന്നുണ്ട് മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ. ഇനി അതല്ല, ഇതിന്റെ അവസാന ഭാഗത്ത് ഇത് ശരിവെച്ചത് എത്ര വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് എന്ന് ആലോചിച്ചു നോക്കണം. ഈ ഗ്രന്ഥത്തെ ശരിവെച്ചുകൊണ്ട് മഹാനായ അബുൽ ഹഖ് അബ്ദുൽ ബാരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ ബാരി ഉസ്താദ്, അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ഈ ഗ്രന്ഥത്തെ ശരിവെച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് എഴുതിയ വാക്കുകൾ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര സ്ട്രോങ് ആണ് ഇവരുടെയൊക്കെ നിലപാടുകളെന്ന്. അമ്മബാദ്, എന്നാൽ ഖുത്ബത്തുൽ ജുമുഅ എന്ന് പേര് പറയുന്ന ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പരിശോധിക്കുകയും എന്റെ ഹൃദയത്തെ ഞാൻ അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തപ്പോൾ അത് ഷാഫി മദ്ഹബിലുള്ള മുജ്തഹിദുകളായ ഫുഖഹാഇന്റെ അഭിപ്രായങ്ങളോട് യോജിച്ചതാണെന്നും അവരുടെ മുഅ്തമദത്തായ കിതാബുകളുടെ ഇബാറത്തുകളെ അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ടിട്ടുള്ളതാണെന്നും മറ്റും എനിക്ക് മനസ്സിലാകയാൽ ഇതിന് എതിരായ വല്ല റിസാലകളും കൃതികളും വല്ല കുതന്ത്രങ്ങളും വ്യാജങ്ങളും ആരെങ്കിലും കണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അവകളെ പാമര ജനങ്ങളുടെ വക്കൽ നിന്ന് ഏതെങ്കിലും പ്രകാരത്തിൽ കരസ്ഥമാക്കി അവകളെ ഉന്മൂലനം നശിപ്പിക്കുന്ന ഈ പുസ്തകം കയ്യിൽ കൊടുത്ത് അവർക്ക് വേണ്ട ഉപദേശം നൽകി ഹൃദയം പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം മുഖേനയും മറ്റും ആ ഹൃദയങ്ങളെ ഹക്ക് കൊള്ള തിരിക്കുവാൻ സമസ്തയോടും രാജ്യ നേതാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കലോട് കൂടെ ഈ പുസ്തകം സ്വവാബും ഹക്കും എതിർ കക്ഷികളെ തമർക്കുന്ന ഒരു പീരങ്കിയുമാണെന്നും സമ്മതിച്ച് ഇതിൽ ഞാൻ ഒപ്പുവെക്കുകയും സീലടിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിന്റെ പേര് ഒപ്പ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു വിഷയം വന്നപ്പോ സമസ്ത അതിശക്തമായി ഇടപെടുന്നു, ഗ്രന്ഥം രചിക്കുന്നു. ആ ഗ്രന്ഥത്തിന്റെ ആധികാരികത ശരിവെച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ്, ഇവരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള മഹാരഥന്മാരാണ്. ഇവരുടെ ഭാഷ ആലോചിച്ച് നോക്കൂ. ഈ പുസ്തകം മുഖേനയും മറ്റും ഹൃദയങ്ങളെ ഹക്കുകൊള്ള തിരിക്കുവാൻ സമസ്തയോടും രാജ്യ നേതാക്കളോടും ഞാൻ അഭ്യർത്ഥിക്കലോട് കൂടെ ഈ പുസ്തകം സ്വവാബും ഹക്കും എതിർ കക്ഷികളെ തമർക്കുന്ന ഒരു പീരങ്കിയുമാണെന്നും. അപ്പൊ അവരെ സ്ട്രോങ് നിലപാടത്രയാണ്. അപ്പൊ ഇവരൊക്കെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് കാവൽ നിന്ന മഹാന്മാർ. ആ മഹാന്മാരുടെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് നിരന്തരം സമസ്ത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേറെ പുതിയതൊന്നുമില്ല. ആദർശപരമായി 100 വർഷം പറഞ്ഞ 926 പറഞ്ഞ അതേ നയം, അതേ കാഴ്ചപ്പാട് 2024 ആദർശത്തിന്റെ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര കൃത്യമായിട്ടാണ് ഇവിടെ വിഷയങ്ങൾ വിവരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ കാലത്തും ഫിത്ന ഉണ്ടായിക്കൊണ്ടിരിക്കും.
എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ അതിജയിക്കണം. പല സൈസിലുള്ള ഫിത്നകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അവസാന കാലഘട്ടത്തിൽ യഅ്ജൂജ് മഅ്ജൂജ് വരുമെന്നാണ്. യഅ്ജൂജ് മഅ്ജൂജ് വന്നിട്ട് ഭൂമി മുഴുവൻ നിറയും. യഅ്ജൂജ് മഅ്ജൂജ് വന്നിട്ട് ഭൂമി മുഴുവൻ നിറയും. അങ്ങനെ അവരോട് ഏറ്റുമുട്ടാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും വിശ്വാസികളും നിൽക്കില്ല. കാരണം അള്ളാഹുവിന്റെ ഓർഡർ വന്നിട്ടുണ്ടാകില്ല. അവർ മറ്റൊരു ഭാഗത്തേക്ക് മാറിപ്പോകും. അങ്ങനെ യഅ്ജൂജ് മഅ്ജൂജും ഇവിടെ അടിച്ച് പൊളിച്ച് മഹാപോക്കിരിത്തരം കളിച്ച് അഹങ്കാരികളായി ഭൂമിയിൽ നിറഞ്ഞാടും. അങ്ങനെ അവർ പറയും, ഇനിയിപ്പം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരാണ് ഇവിടെ ഉള്ളത്? അപ്പൊ ആരുണ്ടാവൂല, അവര് മാത്രമായിരിക്കും. മഹാതമ്മാടികളായിട്ടുള്ള യഅ്ജൂജ് മഅ്ജൂജ് സമൂഹം ഭൂമിയിൽ അക്രമം കൊണ്ട് നിറഞ്ഞാടി അഹങ്കാരത്തിന്റെ അവസാന വാക്കുകളായി അവർ മാറിയിട്ടുണ്ടാകും. ആരും അവരെ തടയാനുണ്ടാകില്ല. ഇങ്ങനെ വരുമ്പോൾ അവർ പറയും, ഏതായാലും ഭൂമിയിൽ ആരും കാണില്ല നമ്മളെ ചോദ്യം ചെയ്യാൻ, അതുകൊണ്ട് ആകാശത്തിലൊരു ടീമുണ്ടല്ലോ മലക്ക് എന്ന് പറഞ്ഞിട്ട് ഓലയും കൂടി കൈകാര്യം ചെയ്യാം എന്ന് അവര് ചേർന്നെടുത്ത് തീരുമാനിക്കും. അങ്ങനെ അവർ ആകാശത്തേക്ക് അമ്പെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ആകാശത്തേക്ക് അമ്പെയ്യും. ആർക്കറിയോ അമ്പയുണ്ട്? ആർക്കറിയോ? ഭൂമിയിൽ ആരും ഓല എതിർക്കാനില്ല. അപ്പൊ പിന്നെ ആകാശത്ത് കുറച്ച് മലക്കുണ്ട്, എന്നാ ഓല നമ്മൾ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ആകാശത്തേക്ക് അമ്പെയ്യുന്നതാണ്. ഈ അമ്പ് തിരിച്ചിങ്ങോട്ട് വരും. ഈ അമ്പ് തിരിച്ചു വരുമ്പോ അമ്പോൽ എടുത്തു നോക്കും. അപ്പോ ആ അമ്പിന്റെ തലക്കല്, അള്ളാഹ് റസൂല് പറയണത്, ആ അമ്പിന്റെ തലക്കല് രക്തത്തിന്റെ കറങ്ങനെ അവർ കാണുന്നതാണ്. അസറുദ്ധം, രക്തത്തിന്റെ കറങ്ങനെ അവർ കാണും. അപ്പൊ അവര് അടിച്ച് പൊളിച്ച് പേരും പ്രകടനം, ജാഥ, ഹാപ്പി. കാരണം ഇത് ആർക്ക് കൊണ്ടുകണേ? മലക്കിന് കൊണ്ടുകാണ്ട് ചോര പൊടിഞ്ഞിട്ട് ഇതാ വന്നിരിക്കുന്നു, മലക്കും ഔട്ടായി എന്ന് ഇവർ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. അവിടെ തന്നെ കിതാബുകളിൽ കാണാം ഫിത്നത്തല്ലഹും. ആ സാധുക്കൾക്ക് അറിയില്ല അറ്റിങ്ങൾ അള്ളാഹ് പിടികൂടാൻ പോവാണ്, അറ്റിങ്ങളെ പറ്റിക്കാനാണ് ഈ രക്തം അള്ളാഹു ആ തലപ്പിലാക്കി കൊടുത്തത് എന്ന് ആ സാധുക്കൾക്ക് അറിയില്ല എന്ന് കിതാബിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഫിത്നത്തല്ലഹും. അപ്പോ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് താൽക്കാലിക സുഖങ്ങളും സൗകര്യങ്ങളും പത്രാസുകളും സ്വാധീനങ്ങളും പോക്കിരിത്തരങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ കാലത്തും ഉണ്ടാകും. ഇത് ഈസാ നബി ഉള്ള കാലത്താണ് ഇപ്പത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പൊ ഭൂമിയിലുണ്ട്. ഈ സമയത്താണ് ഇപ്പൊ ഈ പോക്കിരിത്തരം കളിച്ചുകൊണ്ട് മലക്കൾക്ക് അങ്ങോട്ട് അമ്പെയ്യേണ്ടത്. എന്നിട്ട് അപ്പ അള്ളാഹ് ഓലെ നേരെ പിടിക്കണില്ല, അള്ളാഹ് ഓല ഒന്നും കൂടി സുഖിപ്പിക്കാണ്. എങ്ങനെ? ഓല അമ്പിന്റെ തലക്കെങ്ങനെ തലപ്പിൽ ഇങ്ങനെ എന്ത് കാണുക? രക്തക്കറ കാണുക. എന്തൊരു പരീക്ഷണമാണത്! ഫിത്നത്തല്ലഹും. അങ്ങനെ അവര് പ്രകടനം വിളിച്ചിട്ട് എന്ത് പറയുന്നത്? ഫയഖൂലൂൻ ഖഹർനാ അഹ്ലൽ അർള് വലൗനാ അഹ്ലസ് സമാ. ഭൂമിയിലുള്ളവരെ ഞങ്ങൾ അടിച്ചൊതുക്കി, ആകാശത്തുള്ളവരെയും ഞങ്ങൾ അടിച്ചൊതുക്കി എന്ന് യഅ്ജൂജ് മഅ്ജൂജ് ടീം മുദ്രാവാക്യം വിളിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ കുറച്ചങ്ങോട്ട് കൈവ പിടിച്ചങ്ങോട്ട് നിരത്തുന്ന മാരകമായ അസുഖം വന്ന് ഒന്നിച്ച് ചത്തുപോകും യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമി അവരുടെ ഡെഡ് ബോഡി കൊണ്ട് ചീഞ്ഞു നാറും എന്ന് മഹാന്മാർ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. ഭൂമി അവരുടെ ഡെഡ് ബോഡികൾ കൊണ്ട് ഭൂമി ഒന്നടങ്കം ചീഞ്ഞു നാറും എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ആ അത്തരത്തിലുള്ള ഒരു ഏറ്റവും വലിയ അസുഖം, പകർച്ചവ്യാധി അവർക്ക് വന്നിട്ട് അവർ നശിച്ചു പോകും എന്ന് കിതാബുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ താൽക്കാലിക വിജയങ്ങൾ, താൽക്കാലിക പോക്കിരിത്തരങ്ങൾ, അതിജയങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അതിലൊന്നും നമ്മൾ പെട്ടുപോകരുത്, നമ്മൾ വഞ്ചിതരായി പോകരുത്, ടെൻഷനായി പോകരുത്. കാരണം ഇതിലും വലിയ ആൾ ദജ്ജാല് വരാൻ കിടക്കാണ്. ഇവിടെ ഒരു പ്രസിഡന്റ്, ഇന്ത്യൻ പ്രസിഡന്റ് വരുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നുണ്ടെങ്കിൽ എത്ര മാസം മുമ്പ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെടും? ഒരു നാട്ടിക്ക് പ്രസിഡന്റ് വരുന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നുണ്ടെങ്കിൽ എത്ര മാസങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ അതിനുള്ള സംവിധാനം ഒരുക്കപ്പെടും? ഇതുപോലെ ദജ്ജാൽ ഇവിടെ വരാൻ കിടക്കുകയാണ്. അപ്പൊ ശൈത്വാനീയത്തിന്റെ വേദി ഇവിടെ ഒരുങ്ങണം, ശൈത്വാനീയത്തിന്റെ സ്റ്റേജ് ഒരുങ്ങണം, ശൈത്വാനീയത്തിന്റെ സദസ്സൊരുങ്ങണം, ശൈത്വാനീയത്തിന്റെ ശബ്ദങ്ങൾ ഉണ്ടാകണം,
ശൈത്വാനിയത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകണം. ഭൂമി നിറയുമത്. കാരണം അവൻ വരുമ്പോ ഇവിടെ അവനുള്ള വേദി ഒരുങ്ങണം. ഇതൊക്കെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദജ്ജാൽ വരുമ്പോ, ദജ്ജാൽ വന്നിട്ട് അവന്റെ ഭയങ്കര ഫിത്നയെ കുറിച്ച് ഒരു പ്രവാചകനും വാണിംഗ് കൊടുക്കാതിരുന്നിട്ടില്ല. ദജ്ജാലിനെ സൂക്ഷിക്കണേ, മഹാഫിത്നയാകുന്നു അവനെന്ന് പറയാത്ത ഒരു പ്രവാചകനുമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ദീൻ പഠിപ്പിക്കുകയാണ്. ഈ ദജ്ജാല് വന്നിട്ട് ആൾക്കാരോട് പറയും, ഞാൻ റബ്ബാണ്, അംഗീകരിക്കൂലെന്ന് ചോദിക്കും. അപ്പോ ഇല്ല, അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറയും. അപ്പോ ഒരുത്തനെ വിളിച്ചിട്ട് പറയും, എന്റെ ബാപ്പിയമ്മ മരിച്ചു പോയിക്കണില്ലേ? അതേ, മരിച്ചു പോയിട്ടുണ്ട്. ആ മരിച്ചുപോയ ബാപ്പിയമ്മ ഇങ്ങോട്ട് എണീറ്റ് നിങ്ങാണ്ടേ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ജീസസ് കോയിക്കും. എന്റെ മരിച്ചുപോയ ബാപ്പിയമ്മ എണീറ്റ് നിന്നിട്ട് ഇങ്ങോട്ട് പൊന്തിയിട്ട് ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ ജി സമ്മതിക്കോയിക്കും. അപ്പൊ ഈ സാധു പറയും സമ്മതിക്കുന്നു. അള്ളാൻ റസൂലായി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ വരാൻ കെടുക്കണേ. ഒന്നുമല്ല, ഇതൊന്നൊരു പ്രശ്നമല്ല. വലിയ പരീക്ഷണങ്ങൾ, വലിയ കടുത്ത ആശയ പ്രതിസന്ധികൾ, ആദർശം നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ കടുത്ത പരീക്ഷണങ്ങൾ വരാൻ കിടക്കാണ്. അപ്പൊ ദജ്ജാല് ഇവനോട് പറയും, എന്റെ ബാപ്പിയമ്മ എണീറ്റ് കണ്ട് ഞാൻ റബ്ബാന്ന് പറഞ്ഞാല് സമ്മതിക്കോന്ന് ചോദിക്കുമ്പോ ഓൻ പറയും ആയിക്കോട്ടെ എന്ന് പറയും. അപ്പൊ ബാപ്പാന്റെ കോലത്തിൽ ഒരു ശൈത്താൻ ഇങ്ങനെ പൊന്തി വരും, ഉമ്മാന്റെ കോലത്തിൽ മറ്റൊരു ശൈത്താൻ പൊന്തി വരുന്നതാണ്. ഓന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ബാപ്പ പൊന്തി വരും, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവന്റെ ഉമ്മ പൊന്തി വരും. വാസ്തവത്തിൽ ഉമ്മയല്ല, വാസ്തവത്തിൽ ബാപ്പയുമല്ല. ഫയതമത്തലു ലഹു ശൈത്താനാൻ ഫീ സൂറത്തി അബീഹി, ഫീ സൂറത്തി അബീഹി വ ഉമ്മിഹി. ബാപ്പാന്റെ കോലത്തിൽ പൊന്തി വരും, ഉമ്മാന്റെ കോലത്തിൽ ഇങ്ങനെ പൊന്തി വരുന്നതാണ് പിശാച്. പിശാച് എന്നിട്ട് ആ ബാപ്പയും ഉമ്മയും പറയും, ബാപ്പാന്റെയും ഉമ്മയുടെയും കോലത്തിലുള്ള പിശാച് പറയും, യാ ബുനയ്യ, പൊന്നാര മോനെ, ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക്, ഇത്തബിഉഹു ഫഇന്നഹു റബ്ബുക്. ഈ നിൽക്കുന്നത് നിന്റെ റബ്ബാകുന്നു, അതുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് ജീവിച്ചാ മതി എന്ന് ആ ബാപ്പാന്റെ കോലത്തിലുള്ള പിശാചും ഉമ്മാന്റെ കോലത്തിലുള്ള പിശാചും പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ഒരു കടുത്ത പരീക്ഷണം ആലോചിച്ചു നോക്കൂ, ആ ഒരു കടുത്ത പരീക്ഷണം ആലോചിച്ചു നോക്കൂ. ഇതുകൊണ്ടാണ് നമ്മള് അവസാനത്തെ അത്തഹിയാത്തില് ദുആ ഉണ്ടല്ലോ, അവസാനം ദുആയുമായിട്ടാണല്ലോ അവസാനിക്കുന്നത്. ആ ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. വളരെ പ്രധാനപ്പെട്ട ദുആയാണത്. പടച്ചവനെ, ജീവിതത്തിലെ ഫിത്നയിൽ നിന്ന് കാക്കണം റബ്ബേ. എന്താ ജീവിതത്തിലെ ഫിത്ന? ജീവിതത്തിലെ ഫിത്ന പറഞ്ഞാൽ ആദർശ പ്രതിസന്ധി. നമ്മൾ ജീവിക്കുമ്പോ തലങ്ങും വിലങ്ങും ആദർശം ചോദ്യം ചെയ്യപ്പെടും, പരിഹസിക്കപ്പെടും, നമ്മള് പുച്ഛിക്കപ്പെടും, ചവിട്ടിമതിക്കപ്പെടും. അതാണ് ഫിത്നത്തുൽ മഹ്യാ എന്ന് പറയുന്നത്. ജീവിതത്തിലുള്ള ഫിത്നയിൽ നിന്ന് റബ്ബേ, ജീവിതകാലത്തുള്ള ഫിത്നയിൽ നിന്ന് റബ്ബേ കാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാവല് തരണം റബ്ബേ. വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് റബ്ബേ കാവല് തരണം അല്ലാഹ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ, ജീവിതകാലത്ത് നേരിടുന്ന ആശയ പ്രതിസന്ധികളിൽ നിന്ന്, ആദർശ വെല്ലുവിളികളിൽ നിന്ന് റബ്ബേ, ഈ ഇർജുവായ പാതയിൽ നിന്ന്, സിറാത്ത് മുസ്തഖീമിൽ നിന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിക്കും അല്ലാഹ്. പല പാർട്ടികൾ വരും അല്ലാഹ്, പല ടീമുകൾ പുറപ്പെടും അല്ലാഹ്. കാക്കണം അല്ലാഹ്. ഇതാണ് ആ ദുആയുടെ അർത്ഥം. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, മരണസമയത്തുള്ള ഫിത്ന. ദാഹം മൗത്തത് കൂട്ടിടും,
ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മഹാനായ ഹൈദർലി ശിഹാബ് തങ്ങൾ ഇജാസത്ത് നൽകിയ, അള്ളാഹുവിനെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ. അവർ ഇജാസത്ത് പ്രകാരം എത്ര 10,000-കണക്കിന് സദസ്സുകളിലായി ഇത് ചൊല്ലപ്പെടുന്നത്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. അതാ ചോദിക്കുന്നത്, ഒമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്, ജീവിതകാലത്ത് നേരിടുന്ന ആശയപ്രതിസന്ധിയിൽ നിന്ന്, നേരത്ത് നേരിടുന്ന ആശയപ്രതിസന്ധിയിൽ നിന്ന് റബ്ബേ കാവല് തരണമല്ലാ. മാത്രമല്ല എല്ലാ ഫിത്നകളുടെയും ഹെഡ് ഓഫീസ് ആയിട്ടുള്ള ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മഹാ തട്ടിപ്പിന്റെ ആശാനായിട്ടുള്ള, ഉഡായിപ്പിന്റെ ആശാനായിട്ടുള്ള, ഇന്റർനാഷണൽ ഫ്രോഡായിട്ടുള്ള ദജ്ജാലിന്റെ കെണിയിൽ നിന്ന് അല്ലാഹുവേ കാക്കണം റബ്ബേ. ഈ ദുആ അള്ളാന്റെ റസൂല് ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് അഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. ആലോചിച്ച് നോക്കണം ഇതിന്റെ ഗൗരവം. ആദർശഭദ്രതയ്ക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന സന്ദേശം സ്വഹാബത്തിന് ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ ഈ ദുആ പ്രത്യേകമായി പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് അഇമ്മത്ത് കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ അത്തഹിയാത്തിന്റെ അവസാനം ഈ ദുആ ദ്വാരിക്കുമ്പോ ഉള്ളു തട്ടി ദ്വാരിക്കണം സഹോദരങ്ങളെ. ജീവിതത്തിലുള്ള ആദർശ പ്രതിസന്ധി, മരണനേരത്ത് നമ്മൾ നേരിടുന്ന ആദർശ പ്രതിസന്ധി, ഖബറിലെ ഫിത്ന, നരകത്തിലെ ഫിത്ന, ഈ മസീഹ് ദജ്ജാലിന്റെ ഫിത്ന, ഈ ഫിത്നകളിൽ നിന്ന് റബ്ബേ കാവൽ തരണമെന്ന് നമ്മൾ ഉള്ളു തട്ടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പല സൈസിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കും, പല വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കും. സമസ്തയെ പുച്ഛിക്കാനും, സമസ്തയെ നിസാരപ്പെടുത്താനും, സമസ്തയെ കളിയാക്കാനും. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര വിഭാഗങ്ങൾ വന്നിട്ടുണ്ട്, എത്ര വിഭാഗങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് അവസാനം വരുന്ന ദജ്ജാലാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ചു നോക്കൂ, സമസ്തയുടെ ഒരു സമ്മേളനത്തില് ബിദഈ കക്ഷികളെ സംവാദത്തിന് വിളിച്ചു. ബിദഈ കക്ഷികളെ സംവാദത്തിന് വിളിച്ചു. സമ്മേളനത്തിലേക്കാണ് സംവാദത്തിന് ക്ഷണിച്ചത്. അപ്പൊ ഈ സംവാദവും അല്ലെങ്കിൽ മറുപടി കൊടുക്കലും ആദർശ പരിപാടിയും ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇത് 100 കൊല്ലായിട്ടുള്ള പരിപാടിയാണ്. 100 കൊല്ലായിട്ട് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ പോളിസി, ഒരൊറ്റ ആദർശം, ഒരൊറ്റ നിലപാട്. അപ്പൊ അന്നും മഹാരഥന്മാർ, അന്ന് ആരൊക്കെ ഉള്ളത് അറിയോ? പാങ്ങിൽ ഉസ്താദ് ഉണ്ട്, അല്ലാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവര് വെയ്യാതെ കിടപ്പിലാണ്. അപ്പൊ അവർക്ക് വെയ്യാതായപ്പോ ബിദഈകള് ഭയങ്കര സന്തുഷ്ടരായി, ഹാപ്പി ആയിട്ട് അവർ ചാടാൻ തുടങ്ങി. ഓ, മൂപ്പര് പോയതോടുകൂടി സമസ്ത തീരാൻ പോവാണ്. പാങ്ങിൽ ഉസ്താദ് വെയ്യാതെ ബെഡ്രിഡനായി, കിടപ്പിലായി. അപ്പോഴേക്കും ബിദഈകൾ ചാടി, സമസ്ത തീരാൻ പോവാണ്. പക്ഷെ മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ്, അള്ളാഹുവിനെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ്, അവരുള്ള കാലമാണ്. അവർ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്, അവർ നേതൃത്വത്തിലാണ് സംഘടനാ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. മഹാനായ പാങ്ങിൽ ഉസ്താദിന്റെ അസുഖം കാരണം മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഓടി നടന്ന് പരിപാടികൾ നടത്തുകയാണ്. അങ്ങനെയാണ് ബിദഈ കക്ഷികളെ അന്ന് സംവാദത്തിന് ക്ഷണിക്കുന്നത്. അപ്പൊ മഹാനായ ഖുതുബി ഉസ്താദ് ഉള്ള കാലമാണെന്ന്. മഹാനായ ഖുതുബി ഉസ്താദ് എന്ന് പറഞ്ഞ ആരാണ്? മഹാനായ ഖുതുബി ഉസ്താദ് എന്ന് പറഞ്ഞ ആരാണ്? അല്ലാഹുവിനെ ദർജ വർദ്ധിപ്പിക്കട്ടെ. എത്രയോ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളുടെയും മുത്തഖീങ്ങളുടെയും മുഹഖഖീങ്ങളുടെയും ഔലിയാക്കളുടെയും ഉസ്താദായിട്ടുള്ള ഏറ്റവും അതിപ്രഗൽഭനായ, കേരളം കണ്ട അതിപ്രഗൽഭനായ പണ്ഡിതന്മാരിൽ മഹോന്നത സ്ഥാനത്തുള്ള മഹാനായ ഖുതുബി ഉസ്താദ്, അല്ലാഹുവിനെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ ഖുതുബി ഉസ്താദ് ഉള്ള കാലമാണ്. ഖുതുബി ഉസ്താദിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സമസ്തക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. മഹാനായ ഖുതുബി ഉസ്താദും ആ പരിപാടിയിലുണ്ട്.
അപ്പ വിധൈകൾ ഇങ്ങോട്ട് തിരിച്ച് കത്തെഴുതി സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് സമസ്ത അങ്ങോട്ട് വിട്ടപ്പോൾ, ചോദ്യം വിട്ടപ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് കെ എം മൗലവി കൊടുത്ത മറുപടി അടിവരയിട്ട് നമ്മൾ എക്കാലത്ത് മനസ്സിലാക്കണം. കുത്തുബിയുള്ള ഒരു സദസ്സിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് സംവാദത്തിനില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനാണ് സഹോദരങ്ങളെ ഗുരുത്തക്കേട് എന്ന് പറയുന്നത്. ആ കത്ത് വായിച്ച് അത് വായിച്ച് ഞെട്ടിപ്പോയി സമസ്തയുടെ ആലിമ്യങ്ങൾ. പഠിച്ചോനെ, ഇതെന്തായി കാണുന്നത്? ആരാ ഖുത്ബി ഉസ്താദ്? ആരാ ഖുത്ബി ഉസ്താദ്? ഖുത്ബി ഉസ്താദിന്റെ വല്ലിപ്പ കമ്മദ് മൊല്ല മഹാനവർകൾ, അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഖുത്ബി ഉസ്താദിന്റെ വല്ലിപ്പ കമ്മദ് മൊല്ല എന്ന് പറയുന്ന മഹാൻ, അള്ളാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ കമ്മദ് മൊല്ല എന്ന് പറയുന്ന മഹാൻ മമ്പുറത്തെ തങ്ങൾ പാപ്പാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്കൊരു നല്ല കുട്ടി ഉണ്ടാകാൻ വേണ്ടി, സ്വാലിഹായ കുട്ടി ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പൊ മമ്പുറത്തെ തങ്ങൾ പാപ്പ പറഞ്ഞു, നിങ്ങളുടെ മൂത്ത മോന് ഒരു ഏക മകൻ ഉണ്ടാകും. അവൻ വലിയ പണ്ഡിതനായി മാറുന്നതാണ്, അവൻ മഹാസംഭവമായി മാറുന്നതാണ്. കമ്മദുമല്ല എന്ന മഹാൻ, അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ, മമ്പുറത്തെ തങ്ങൾ പാപ്പാനോട് ചെന്ന് പറയാണ്, എനിക്കൊരു നല്ല സ്വാലിഹായ മോനെ തരണമെന്ന്. മമ്പുറത്തെ തങ്ങൾ പാപ്പ തിരിച്ചു പറഞ്ഞത്, നിങ്ങളുടെ പേരക്കുട്ടി മഹാസംഭവമാകുന്നതാണ്, നിങ്ങളെ മൂത്ത മോൻക്കൊരു ഏക സന്താനം ഉണ്ടാകും, അത് മഹാസംഭവമാകുന്നതാണ്, മഹാപണ്ഡിതനായി മാറുന്നതാണ്, മഹാ ആലിമായി മാറുന്നതാണ്. മമ്പുറത്തെ തങ്ങൾ പാപ്പ പറഞ്ഞത് പ്രകാരം മൂത്ത മോൻക്ക് ഒറ്റ ആൺകുട്ടി, അവരുടെ പേരാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഉസ്താദ്, മഹാനായ താജുൽ ഉലമാ സദഖത്തുല്ലാ ഉസ്താദിന്റെ ഉസ്താദ്, അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. മഹാനായ കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദിന്റെ ഉസ്താദ്, അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അത് അവസാന കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. എന്ത് സാരല്ല, പോട്ടെ, അത് പോകാൻ പറ്റൂല. സമസ്ത ആണയിട്ട് പറയുകയാണ്. എത്ര പ്രതിസന്ധികൾക്കിടയിൽ, എത്ര വെല്ലുവിളികൾക്കിടയിൽ, എത്ര പരിഹാസങ്ങൾക്കിടയിൽ, എത്ര പുച്ഛവാക്കുകൾക്കിടയിലാണ് സമസ്ത പറയുന്നത് നോ കോംപ്രമൈസ്. ആദർശ വ്യതിചലനവുമായി യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് സമസ്ത സധൈര്യം പറയുകയാണ്. എന്തുകൊണ്ടാ പറയുന്നത്? പോക്കിർത്തരം കൊണ്ടല്ല, സമസ്ത ഉണ്ടാക്കിയത് അതിനാണ്. സമസ്ത ഉണ്ടാക്കിയത് അതിനാണ്. സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് മൺമറഞ്ഞു പോയ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഔലിയാക്കളും സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും യാതൊരു സാമ്പത്തികമായ ആഗ്രഹവുമില്ലാതെ, യാതൊരു ദുന്യവിയായ താല്പര്യവുമില്ലാതെ സമസ്തക്ക് വേണ്ടി മുഴു സമയവും സമർപ്പിച്ച മഹാരഥന്മാരായ ആ ഔലിയാക്കളുടെ പാത പിന്തുടർന്ന് പാവപ്പെട്ട നമ്മളും 2024 സാധുക്കളാണ് നമ്മള്, വിഡ്ഢികളാണ് നമ്മള്, വിവരമില്ലാത്തവരാണ് നമ്മള്, ഒരക്ഷരം അറിയാത്തവരാണ് നമ്മള്. പക്ഷേ ഈ മഹാന്മാരോടുള്ള മഹബത്ത്, ഇവരോടുള്ള അടങ്ങാത്ത സ്നേഹം, സമസ്തയോടുള്ള യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത മഹബത്ത്, അതിനുവേണ്ടി തല പോകേണ്ടി വന്നാലും, അതിനുവേണ്ടി കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും, അതിനുവേണ്ടി എത്ര കുത്തുവാക്കുകൾ വന്നാലും നോ കോംപ്രമൈസ്, സമസ്തക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ആണത്തത്തിന്റെ ശബ്ദമാണ് ഈ പരിപാടി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മഹാന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ എത്ര ആളുകളെയാണ് നമ്മൾ പരിഹസിക്കുന്നത്? ഇതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ ആ വരക്കൽക്ക് പിന്നാണ്ട് അടുക്കാൻ അധികാരമുണ്ടോ? ഇതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ വരക്കലിലേക്ക് പോകുന്നതിന് എന്താ അർത്ഥമുള്ളത്? ചമ്മാട് ദാറുലുദയിലുള്ള ചെറുശ്ശേരി ഉസ്താദിന്റെ ഖബറിന്റെ അടുത്തേക്ക് എങ്ങനെ പോകും? കാളമ്പാടി ഉസ്താദിന്റെ ഖബറിനടുത്തേക്ക് എങ്ങനെ പോകും? ചൊക്ലിയിലുള്ള ഖുത്ബി ഉസ്താദിന്റെ മഖാമിനടുത്തേക്ക് എങ്ങനെ പോകും? അങ്ങനല്ല. ആ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ആ പറഞ്ഞതിനെ അതിശക്തമായി എതിർത്തത് ആരാണ്? എന്നിട്ട് പിന്നെ അതും ശരി ഇതും ശരി എന്ന് പറയരുത്. കുപ്പിച്ചില്ലേറ്റ് കൂട്ടാണ്ടാക്കരുത്. ചോറിന്റെ കൂട്ടാന് കുപ്പിച്ചില്ലേ ആവരുത്. മൗലവി ശരി, ഖുത്ബി ഉസ്താദും ശരി, അതെങ്ങനെ? എനിക്ക് മനസ്സിലാണില്ല. അപ്പോ നമ്മൾ വ്യക്തിഹത്യ നടത്തില്ല. ആദർശത്തിന്റെ പോയിന്റാണ് ഈ പറയുന്നത്.
ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവത്രേ അത് മാത്രം മതി. അത് മാത്രം മതി. കുതുബിസ്ഥാനുള്ള സദസ്സിൽ അള്ളാന്റെ അദാബർഗുമെന്ന് പറഞ്ഞ മൗലവി, ആ നാക്ക്, അതെഴുതിയ കയ്യ്, അതിനെയാണ് അബ്ദുൽ ബാരി ഉസ്താദ് അതിശക്തമായിട്ട്, അബ്ദുൽ ബാരി ഉസ്താദ് മാത്രല്ല സമസ്ത അന്നത്തെ ആളുകൾ എത്ര നിഷ്കളങ്കരാണ് അവര്. ഒരു വസ്തുല്ല, ദുന്യവിയായി ഒരു താല്പര്യമില്ല. എത്ര പാവപ്പെട്ടവർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്റെ വന്യപിതാവ് എപ്പോഴും പറയാറുണ്ട്, എടാ, നൂറുകണക്കിന് ആയിരക്കണക്കിന് സമസ്തന്റെ സമ്മേളനങ്ങൾ നടന്നുപോയി. ഇതിലൊക്കെ മഹാരഥന്മാരായ ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ സദസ്സിൽ സ്റ്റേജിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. കുറെ ആൾക്കാരെ താങ്ങി പിടിച്ചു കൊണ്ടുവരും. യാതെ കടപ്പിലായിരിക്കും. സമസ്തയുടെ പരിപാടി ആയതുകൊണ്ട് താങ്ങി പിടിച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് അവര് ദുആ ചെയ്യും, പടച്ചവനെ, സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരെ നീ ശക്തിപ്പെടുത്തണം അല്ലാ. സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നീ തകർക്കണം അല്ലാ എന്ന് പറയുമ്പോ കണ്ഠമിടറിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ 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 എന്ന് പറഞ്ഞിട്ടുണ്ടടാ. ആ ദുആക്ക് ഇജാബത്തുണ്ടാകുമടാ. ഉപ്പയുടെ ഉപദേശമാണ് നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണത്. ആ ദുആക്ക് ഇജാബത്തുണ്ട്. എത്ര സമ്മേളനങ്ങളാ, എത്ര കാലം ഇത് തുടങ്ങിയിട്ട്. എല്ലാ സമ്മേളനത്തിനും കൊച്ചു നാൾ മുതൽ, ഞാൻ കുഞ്ഞായിരിക്കുന്ന നാൾ മുതൽ ബാപ്പ കൊണ്ടുപോകും. പരമാവധി നേരത്തെ സമ്മേളനം തുടങ്ങുന്ന എത്രയോ മുമ്പ് കൊണ്ടൊരു ഫ്രണ്ടിലിരുത്തും. അൽഹംദുലില്ലാഹ്, എന്റെ ബാപ്പ 13 കൊല്ലായി മരണപ്പെട്ടിട്ട് അവരെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഒരു മദദ് നമുക്ക് തരട്ടെ. അവരെ ഖബർക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കൊണ്ടുപോയിരുത്തും. ഉപ്പ അങ്ങനെ കരിയായിരിക്കും. നമുക്ക് ചെറുതായതുകൊണ്ട് എന്താണ് ഈ പറയേണ്ടത് ഒന്നും അറിയില്ല. ഇപ്പൊ അങ്ങനെ കരയായിരിക്കും. അവിടെ ഇങ്ങനെ സ്റ്റേജിൽ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ, കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ഇങ്ങനെ ഇരിക്കുകയാണ്. സമസ്തക്ക് ശക്തി പകരി, സമസ്തയുടെ ഖാദിമിങ്ങൾക്ക് കഴിവ് കൊടുക്കേ എന്നവരിങ്ങനെ ദ്വാരിക്കാണ്. പൊട്ടിക്കരഞ്ഞ ആളുകൾ ആമീൻ 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 എന്ന് പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. യാതൊരു താല്പര്യമില്ലാതെ, ദുന്യവിയായ ഒരു താല്പര്യമില്ലാതെ ആ പാടത്ത് നിലത്ത് നേരെ പതിഞ്ഞിരുന്ന് അവര് പൊട്ടിക്കരഞ്ഞ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണിത്. ഈ പ്രസ്ഥാനത്തിന് തല പോയാലും കാവൽ നിൽക്കണം, കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും കാവൽ നിൽക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ധാരാളം പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുണ്ട്.